നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ഒന്നിച്ച് വെള്ളിയാഴ്ച കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം തരുന്ന സാവകാശത്തിനായി ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നല്ലവനാണ്. കർത്താവ് എപ്പോഴും നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അവൻ്റെ നാമം മഹത്വപ്പെടുത്തട്ടെ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ചില വാക്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ചിന്തിക്കാം. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ക്രൈസിസുകൾ വരാറുണ്ട്. യോൾ കം എല്ലായ്പ്പോഴും ഉണ്ടാകാറില്ല. പക്ഷേ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ക്രൈസിസുകൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, അതൊക്കെ നമ്മൾ ഒരുപക്ഷെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്തൊന്നും ആയിരിക്കില്ല നമ്മളുടെ ജീവിതത്തിലെ ക്രൈസിസുകൾ കയറി വരുന്നത്. ആ ക്രൈസിസുകൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കര സർപ്രൈസായിട്ടൊക്കെ ഇരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഓരോ ഭക്തന്മാരും ഹാൻഡിൽ ചെയ്ത രീതികൾ നമുക്ക് പഠിക്കുമ്പോൾ, നമുക്ക് അതിൽ കൂടി കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് നമ്മളും അതിനെ ഫേസ് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം നമുക്ക് കിട്ടുവാനായിട്ടിടയായിത്തീരും. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പല ബേസിക് ആയിട്ടുള്ള ചില പ്രിൻസിപ്പിളുകളുണ്ട്, ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമുക്കറിയാം, ഭൂമിയെ കർത്താവ് സൃഷ്ടിച്ചതിനകത്ത് അനേക ഫിസിക്കൽ പ്രിൻസിപ്പിൾ വെച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, നമുക്ക് മേളിലോട്ട് സാധനം ഇട്ടാൽ താഴെ വരുന്നു, അതൊരു പ്രിൻസിപ്പിളാണ്. അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ഒരു പറഞ്ഞാൽ ഇഫ് യു ആർ ലിഫ്റ്റിംഗ്, തന്നെ താഴ്ത്തുന്നതിനെ കർത്താവ് ഉയർത്തും, അതൊരു ആത്മീയ പ്രിൻസിപ്പിളാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. അതേപോലെ തന്നെ ഭൂമിക്കും അതേപോലെ പ്രിൻസിപ്പിളുകളൊക്കെയും കർത്താവ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പ്രിൻസിപ്പിൾ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് പറ്റും. യഹോശാഫത്ത് രാജാവിൻ്റെ ജീവിതത്തിൽ കടന്നുപോയ ചില സാഹചര്യങ്ങളിലും അതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ക്രൈസിസിലും എങ്ങനെയാണ് അദ്ദേഹം ഹാൻഡിൽ ചെയ്ത് എന്നാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. 2 ദിനവൃത്താന്തം, 2 Chronicles chapter 17 verse 1-4 നമ്മൾ വായിക്കുമ്പോൾ, 2 ദിനവൃത്താന്തം 2 Chronicles chapter 17 verse 1-4. അവന്റെ മകനായ യഹോശാഫാത്ത് അവന് പകരം രാജാവായി. അവൻ ഇസ്രായേലിനെതിരെ പ്രബലനായി തീർന്നു. അവൻ യഹൂദയിലെ ഉറപ്പുള്ള പട്ടണങ്ങളിലൊക്കെയും സൈന്യങ്ങളെ ആക്കി. യഹൂദ ദേശത്തും തൻ്റെ അപ്പനായ ആസ പിടിച്ച എഫ്രൈം പട്ടണങ്ങളിലും കാവൽ പട്ടാളങ്ങളെയും ആക്കി. യഹോശാഫാത്ത് തൻ്റെ പിതാവായ ദാവീദിൻ്റെ ആദ്യത്തെ വഴികളിൽ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തൻ്റെ പിതാവിൻ്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രായേലിൻ്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തതുകൊണ്ട് യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. മതി. ഇത് ഒരു ബേസിക് പ്രിൻസിപ്പിളാണ്. യഹോശാഫാത്ത് രാജാവ് യഹൂദയുടെ രാജാവാണ്. യഹൂദയുടെ രാജാവ് അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന ആസയുടെ കാലശേഷം പിന്നീട് വന്ന യഹോശാഫാത്ത് രാജാവ്. യഹോശാഫാത്ത് രാജാവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എഴുതിയിരിക്കുന്നത്, അദ്ദേഹം ദൈവത്തെ അനുസരിച്ച് ദൈവത്തോടുള്ള ഭയത്തിൽ അദ്ദേഹം നടന്നു എന്ന് വായിക്കുന്നു. ഹി ഡിഡ് എവറിത്തിങ് അക്കോർഡിംഗ് ടു ദ ലോഡ്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുവാൻ മനസ്സുവെച്ച ഒരു രാജാവ്. അത് തന്നെയുമല്ല, അദ്ദേഹം അങ്ങനെ മാത്രം മനസ്സിലാ, ഹി വാസ് ഡൂയിങ് സർട്ടൻ തിങ്സ് ഇൻ ദി ആർമി. തൻ്റെ എതിർ രാജ്യമായിരുന്ന അന്ന്, അവർ ശരിക്കും പറഞ്ഞ സഹോദരങ്ങളാണ്, പക്ഷേ എങ്കിലും ഇസ്രായേൽ രാജാവ് അവർക്ക് എന്നു മുതൽ ത്രെട്ടായി നിന്നതുകൊണ്ട് അവർക്കെതിരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും അവൻ വളരെ സ്ട്രോങ് ആയിട്ട് ആർമികളൊക്കെ ഉണ്ടാക്കി. ഇതൊരു ബേസിക് പ്രിൻസിപ്പിളാണ്. എന്ന് പറഞ്ഞാൽ 2 കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന്, ദൈവത്തെ ഭയന്ന് ജീവിച്ച യഹോശാഫാത്ത്. 2, ഹീ വാസ് എൻ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. അപ്പം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു വ്യക്തിയും, ഞാൻ സഭയിൽ വന്നതിന് ശേഷം വളരെ പാവപ്പെട്ട സിറ്റുവേഷനിൽ നിന്ന് കടന്നു വന്ന ഫാമിലീസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ തുച്ഛമായ ശമ്പളത്തിൽ സഭയിലോട്ട് വന്ന സഹോദരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ നിന്ന് നോക്കുമ്പോൾ ഫിനാൻഷ്യലി ഓർ ദോസ് തിങ്സ് ആർ മച്ച് ഹയർ പൊസിഷൻ. ഒരു വലിയ ഉയർന്ന നിലവാരത്തിലാണ്. വളരെ സിമ്പിളായിട്ടുള്ള 2 പ്രിൻസിപ്പിളാണ് അതിൻ്റെ പിന്നിലുള്ളത്. അതിനകത്ത് കർത്താവിൻ്റെ പ്രിൻസിപ്പിൾ പ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. 2 കാര്യമായിട്ട് എഴുതിയിരിക്കുന്നു. ഒന്ന്, ദൈവത്തെ ഭയന്ന് ജീവിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തെ ഭയന്ന് ജീവിക്കുന്ന യഹോശാഫാത്ത് ഫിയർഡ് ദ ലോർഡ്. ദൈവത്തെ ഭയന്ന് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു യഹോശാഫാത്ത്. രണ്ടാമതായി അദ്ദേഹത്തെക്കുറിച്ച്, ഹി വാസ് എൻ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. വളരെ സിമ്പിളായിട്ടുള്ള ഈ 2 പ്രിൻസിപ്പിളുകൾ നമ്മളുടെ ജീവിതത്തിൽ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ദൈവത്തിൻ്റെ സൈഡിൽ നിന്നും ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി, അൺലെസ് ആൻഡ് അണ്ടിൽ ദർ ഇസ് എ സ്പെസിഫിക് പർപ്പസ്. ചില പ്രത്യേക സാഹചര്യങ്ങളും പ്രത്യേക പർപ്പസുകളുമാണ് ചില പ്രത്യേക സാഹചര്യങ്ങൾ കടത്തിവിടേണ്ടതായിട്ട് വരുന്നത്. ഇല്ലാത്ത പക്ഷത്തോളം
ഈ കാര്യങ്ങൾ അനേക സഹോദരന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പം 2 പ്രിൻസിപ്പിളുകളാണ് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് യു ഫിയർ ദ ലോഡ്, ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നടക്കുക എന്നുള്ളൊരു കാര്യം. അന്ന് ചുറ്റുപാടുമുണ്ടായിരുന്ന രാജാക്കന്മാരൊന്നും ദൈവത്തെ ഭയപ്പെട്ടില്ല. എന്നാൽ ദൈവത്തെ ഭയപ്പെടുവാൻ മനസ്സ് വെച്ച യഹോഷാഫാത്തിൻ്റെ ജീവിതത്തിൽ ദെൻ ഹീ പുട്ട് ഹിസ് എഫേർട്സ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യുവാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് മനസ്സ് വെച്ച് കഴിഞ്ഞപ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത്. Therefore the Lord established, verse 5, therefore the Lord established the kingdom in his hand, and all Judea gave presents to Jehoshaphat, and he had riches and honor in abundance. Even though we don't preach prosperity in that itself. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളെ എപ്പോഴും ഒന്നുമില്ലാത്ത, എപ്പോഴും ബ്രദർ ഗീവ് മീ സംതിങ് ആ ഒരു പൊസിഷനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത്യാവശ്യം നമ്മളുടെ ആവശ്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുവാൻ തക്കണമുള്ള പ്രൊവിഷൻ ദൈവം മക്കൾക്ക് നൽകും. ദാറ്റ് ഈസ് ഡെഫിനറ്റ് ആയിട്ടൊരു കാര്യമാണ്. കർത്താവ് നമ്മളെ വലിയ റിച്ചസസ് ഒന്നും പോയില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആവശ്യത്തിനുള്ളത് എല്ലാ കാര്യങ്ങളും കർത്താവ് നൽകാമെന്നുള്ള കർത്താവിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. 2 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, യു ഫിയർ ദ ലോഡ്, ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവിക ഭയം എന്ന് പറയുന്നത് ദൈവിക കൽപ്പനകളിൽ നടക്കുക എന്നുള്ളതാണ് അതിനർത്ഥം. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഭവ്യതയുടെ ഭാവമോ അതൊന്നും അല്ല ഇവിടെ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുക എന്നുള്ളതാണ് ഇത്. വെൻ യു ഫിയർ ദ ലോഡ് യു വാക്ക് ഇൻ അക്കോർഡിംഗ് ടു ഹിസ് സ്റ്റെപ്സ്. ദാറ്റ്സ് വാട്ട് എക്സാക്ട്ലി ഹി ഡിഡ്. അദ്ദേഹത്തിന് മുമ്പുള്ള രാജാക്കന്മാരൊക്കെയും ജാതീയമായ പല കാര്യങ്ങളുടെ പിന്നിൽ പോയപ്പോൾ അദ്ദേഹം അതെല്ലാം നീക്കുവാനിടയായി തീർന്നു. അദ്ദേഹം തൻ്റെ കൂട്ടു സഹോദരങ്ങളോട് പറഞ്ഞു കർത്താവിനെ പിൻപറ്റണം എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പിൻപറ്റുവാനായിട്ടക്കോണം അദ്ദേഹം എല്ലാവരെയും ഉത്സാഹിപ്പിച്ചു. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് therefore. അപ്പോൾ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നു therefore എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ദൈവം ചെയ്തു. സോ ദിസ് ഇസ് എ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ക്രൈസിസിൻ്റെ നടുക്കൽ അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് നമ്മുടെ ജീവിതത്തിലെല്ലാം ഇപ്പം നമുക്കറിയാം കഷ്ടങ്ങളുടെയൊക്കെ നടുക്ക് അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് ദൈവമേ സഹായിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല. See, I can go straight away to the next chapter. When it comes to chapter 20, that's where he talks about all this crisis, the major crisis in his life. ഞാൻ അതിനോട് വേണമെങ്കിൽ എനിക്ക് 20ാമത്തെ അധ്യായത്തിലൂടെ ഡയറക്റ്റ് ആയിട്ട് പോകാം. പക്ഷെങ്കിൽ പല വ്യക്തികളും ചെയ്യുന്ന ഒരു കാര്യം, അവരുടെ ജീവിതത്തിൽ ക്രൈസിസ് വരുമ്പോൾ ദൈവസന്നിധി വന്നിട്ട് ദൈവം സഹായിക്കുന്നതിന് നോ. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് പറയുന്ന വ്യക്തമായ കാര്യങ്ങൾ, കർത്താവിൻ്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല, അവൻ്റെ ചെവി ഇന്നും മന്ദമായി പോയിട്ടില്ല. ദാറ്റ് ഈസ് ട്രൂ. When we come to a crisis in our personal life, we suddenly come to the Lord and we start fasting and we are praying. Brother, what happened to the first step? Sister, what happened to the first step? Are you fearing God in your personal life? നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ വിളിക്കുമ്പോൾ ഓടി ഇറങ്ങി വരാനായിട്ടുള്ള ഒരു കർത്താവാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. No, he will not work like that. First, fear the Lord. ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളൊരു കാര്യം, ദൈവത്തെ ഭയപ്പെട്ട് നടക്കുക എന്നുള്ളൊരു കാര്യം. അങ്ങനെ ദൈവത്തെ ഭയപ്പെട്ട് നടന്ന ഒരു വ്യക്തിയായിരുന്നു യഹോഷാഫാത്ത്. എന്നാൽ യഹോഷാഫാത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ വന്നില്ല എന്നല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ വന്നു. നമുക്കറിയാം യഹൂദയും ഇസ്രായേലും 2 രാജ്യങ്ങളും അടുത്തടുത്ത സഹോദര രാജ്യങ്ങളാണ്. ഈ സഹോദര രാജ്യങ്ങൾ അന്ന് ഇസ്രായേൽ ഭരിച്ചുകൊണ്ടിരുന്നത് ആഹാബാണ്. അപ്പം യഹോഷാഫാത്ത് ഇങ്ങനെ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുമ്പോൾ യു സ്റ്റാർട്ട് റിലാക്സിങ് ഇൻ യുവർ ലൈഫ്. സാരമില്ല, എല്ലാം ഭംഗിയായിട്ട് സന്തോഷമായിട്ട് ജോലിയൊക്കെ ഉണ്ട്, പിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ല, റിലാക്സിങ്. നമ്മുടെ പ്രെയർ ലൈഫൊക്കെ വളരെ കുറയും, ഒത്തിരി കാര്യങ്ങൾക്ക് മുട്ടുമുടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കർത്താവെ എന്ന് വിളിച്ചുകൊണ്ട് കുറേ നടക്കുന്നതാണ്. അപ്പോൾ യഹോഷാഫത്തിൻ്റെ ലൈഫിൽ ഒരുപക്ഷെ അങ്ങനെയാണ്. അപ്പോൾ യഹോഷാഫത്ത് വിചാരിച്ചു, യഹോഷാഫത്തിന് ഒരു മകനുണ്ട്. ആ മകൻ്റെ കല്യാണ സമയമായപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചത് ആരാണെന്നറിയാമോ? അദ്ദേഹം അലയൻസ് ഇറങ്ങിയത് ആഹാബിൻ്റെ മകളെ കൊണ്ടാണ് കല്യാണം കഴിപ്പിച്ചത്. ചാപ്റ്റർ 18 verse 1, 18:1. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. അവൻ ആഹാബിനോട് സംബന്ധം കൂടി. മനസ്സിലായോ? ദിസ് വാസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് മിസ്റ്റേക്ക് ഹി ഡൺ ഇൻ ഹിസ് ലൈഫ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്യാനായിട്ടുള്ള കാര്യം? അദ്ദേഹം അങ്ങനെ ചെയ്തത് കൊണ്ട് എന്തു പറ്റി? കാരണം ആഹാബ് രാജാവിന് ദൈവത്തെ യാതൊരു ഭയവുമില്ലായിരുന്നു. ഹി ഡിഡ് നോട്ട് ഫിയർ ഗോഡ്. ആഹാബ് രാജാവിൻ്റെ ഭാര്യ ബാലിനെ ഭജിക്കുന്ന അല്ലെങ്കിൽ ബാലിനോടുള്ള ഭക്തിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട്
അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ദൈവത്തിന് യാതൊരു ഭയമില്ലാതെ ജീവിക്കുന്നത്. അപ്പം അവരുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ എടുത്തിട്ടാണ് ഈ ജഹോഷഫാത്തിൻ്റെ മകന് വേണ്ടി അദ്ദേഹം വിവാഹത്തിന് വേണ്ടി ഇറങ്ങിയത്. ഒരു പക്ഷെങ്കിൽ പലപ്പോഴും അന്ന് രാജ്യങ്ങളിലൊക്കെ തീരുമാനിച്ചു കാണും, ഈ രാജകുടുംബങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം കഴിക്കുന്നതിനകത്ത് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. അവിടെ യുദ്ധങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയുള്ള വേറൊരു രീതിയും കൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുത ഇറങ്ങുക എന്ന് പറയും. അപ്പോൾ ഒരു പക്ഷെങ്കിൽ ആ രീതിയിലായിരിക്കാം അദ്ദേഹം കാര്യങ്ങൾ ചിന്തിച്ചത്. പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരുന്നു. കാരണം യഹോഷാഫാത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം യഹോഷാഫാത്തിൻ്റെ മകൻ വന്നു കഴിഞ്ഞപ്പോൾ അത്രയും ദൈവത്തെ സ്നേഹിച്ച് അത്രയും ദൈവത്തിൻ്റെ കൂടെ നടന്ന യഹോഷാഫാത്തിൻ്റെ മകൻ തൻ്റെ ഭാര്യയാൽ ഇൻഫ്ലുവൻസപ്പെട്ട്, ആരാണ് തൻ്റെ ഭാര്യ? ആഹാബിൻ്റെ മോളാണ്. ഈ വ്യക്തിയാൽ ചെയ്യപ്പെട്ട് രാജ്യത്തെ മുഴുവനും തിരിച്ച് ബിംബാരാധനയിലേക്ക് നടത്തിയെന്ന് മനസ്സിലാക്കണം. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസിക്വൻസസ് ഓഫ് ദ ഡിസിഷൻസ്. അപ്പം 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അദ്ദേഹം ചെയ്ത വലിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ പക്ഷേ ഇത് ജഹോഷാഫാത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞാണ് ഈ ഞാൻ പറഞ്ഞ സംഭവം നടന്നതെങ്കിലും 18-ാം അധ്യായത്തിൽ ഇദ്ദേഹം ഒരു പ്രാവശ്യമെങ്കിൽ യുദ്ധത്തിന് പോകാൻ നേരത്ത് പോയി. രണ്ട് അമ്മായിപ്പന്മാർ തമ്മിൽ യുദ്ധത്തിന് പോകാനായിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഒത്തിരി നല്ല മനോഹരമായ കഥകളാണ് ഇതൊക്കെ. വീട്ടിൽ ചെന്ന് നിങ്ങൾ അറിയത്തില്ലെങ്കിൽ എടുത്ത് വായിച്ച് നോക്കണം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഉറപ്പായിട്ടും ആഹാബ് ഈ യുദ്ധത്തിന് മരിക്കുമെന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നീ എൻ്റെ ഡ്രസ്സ് ഇട്ടോ, ഞാൻ നിൻ്റെ ഡ്രസ്സ് ഇട്ടോളാം എന്ന് പറഞ്ഞാൽ ഈ രാജാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സുകൾ മാറ്റി അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റി. അപ്പോൾ യഹോഷഫാത്ത് ഇപ്പോഴായിരിക്കുന്നത് ഒരു ഇസ്രായേൽ രാജ്യത്തിനെ പോലെയാണ്. അപ്പോൾ യുദ്ധം വളരെ ശക്തമായപ്പോൾ എല്ലാവരും പറഞ്ഞു ഇസ്രായേൽ രാജാവിന് നേരെ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് യഹോഷഫാത്താണ്. യഹോഷഫാത്ത് അന്നേരം ദൈവത്തെ വിളിച്ചു. പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവേ എന്നോട് ക്ഷമിക്കണം, ഞാൻ വേണ്ടാത്തത് ചെയ്തു പോയി. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. 18-ാം അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അടുത്തൊരു ക്രൈസിസിൽ നമ്മൾ കാണുന്നത് വേഴ്സ് 31 31-ാമത്തെ വാക്യം, 18-31. ആകയാൽ രഥനായകന്മാർ യഹോശാഫാത്തിനെ കണ്ടപ്പോൾ ഇവൻ തന്നെ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനോട് പൊരുതുവാൻ തിരിഞ്ഞു. എന്നാൽ യഹോശാഫാത്ത് നിലവിളിച്ചു. യഹോവ അവനെ സഹായിച്ചു. അവനെ വിട്ടുപോകുവാൻ ദൈവം അവർക്ക് തോന്നിച്ചു. പ്രൈസ് ഗോഡ്. യഹോവ അവനെ സഹായിച്ചു. The Lord helped Jehoshaphat. You make a mistake in your life, cry out to God. Please understand another principle in God's ways. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തെറ്റുകൾ ചെയ്യാം. അഹാബ് ചെയ്ത് അഹാബിനോട് ആ രീതിയിൽ ബന്ധുത ഇറങ്ങിയ തെറ്റാണ്. പക്ഷേ ആ നിലയിലേക്ക് യുദ്ധത്തിന് പോകരുതാഞ്ഞു, സഖ്യത ചെയ്യരുതാഞ്ഞു, ഇതൊക്കെ ശരിയാണ്. പക്ഷേ യുദ്ധം കൊടുമ്പിരി കണ്ടപ്പോൾ ഇപ്പോൾ യഹോഷാഫാത്തിൻ്റെ ജീവിതം തന്നെ അണ്ടർ റിസ്ക്കാണ്. അപ്പോൾ യഹോഷാഫാത്ത് ദൈവത്തിനെ നിലവിളിക്കാണ്, കർത്താവേ എന്നോട് മനസ്സറിയണം. ആൻഡ് ഗോഡ് ഡിഡ് ഹെൽപ്പ് ഹിം. ദൈവം അവനെ സഹായിച്ചു, അവനെ രക്ഷിച്ചു. 19-ാമത്തെ അധ്യായത്തിലേക്ക് യഹോഷാഫാത്ത് മടങ്ങി വന്നപ്പോൾ പ്രവാചകനെ കൂടെ അയച്ചു. വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി എന്താണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഈ പോയതിൻ്റെയൊക്കെ ബാക്കിയുള്ള മെസ്സേജുകൾ അവിടെ കാണാം. അപ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു കാര്യം മാത്രമുണ്ട്, കഷ്ടതയുടെ നടുവിൽ അദ്ദേഹം മാനസാന്തരപ്പെടുവാൻ മനസ്സ് വെച്ചു. നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ അവസ്ഥകൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, തെറ്റുകൾ ചെയ്തായിരിക്കാം, എടുത്ത സ്റ്റെപ്പുകൾ തെറ്റായിരിക്കാം, പക്ഷേ റിപ്പന്റ് ബിഫോർ ഗോഡ്, ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെടുക. കർത്താവേ ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, ദൈവമേ എന്നെ നീ സഹായിക്കണം. ഗോഡ് ഈസ് എ മെർസിഫുൾ ഗോഡ്. ദൈവം കരുണയുള്ള ദൈവമാണ്. അവൻ നമ്മളോട് കരുണ തോന്നും. യഹോഷാഫാത്തിനെ ദൈവം പിന്നെയും സഹായിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ 20-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരും. ഐ ടോൾഡ് യു, ഞാൻ എന്തുകൊണ്ട് 20-ാമത്തെ അധ്യായത്തിൽ ഡയറക്റ്റ് വന്നില്ല എന്ന് വിചാരിച്ചാൽ പലരും വിചാരിക്കും കഷ്ടങ്ങളുടെ നടുവിൽ ഓടിച്ചെന്ന് വിളിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവം സഹായിക്കില്ല. ദൈവം സഹായിക്കില്ല. ആ നിലയിലല്ല ദൈവസഹായം. God is having a protocol in your life. You are turning your back towards God and then you suddenly cry out. God need not help you. God is a merciful God, but God need not help you. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നമ്മൾ ദൈവസന്നിധിയുമായി 20-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസം കടന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ വല്യപ്പച്ചമ്മ എന്ന് പറഞ്ഞാൽ അടുത്തത് 20-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്യം വായിക്കാൻ നമുക്ക് മനസ്സിലാവും. അതിന്റെ ശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. ആരാണ് ഇവരൊക്കെ? ആരാണ് മോവാബ്യർ? ആരാണ് അമ്മോന്യർ? ആരാണ് ഈ പറഞ്ഞ മൗണ്ട് സെയറിൽ നിന്നുള്ള വ്യക്തികൾ? നമുക്കറിയാം, ലോത്തിനെ അറിയാം. ലോത്തിൻ്റെ മക്കളാണ് മോവാബ്യരും അമ്മോന്യരും. ലോത്തും ഇവരുമായിട്ടുള്ള യഹൂദവുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം.
അത് കഴിഞ്ഞിട്ട് പിന്നെ മൗണ്ട് സെയീറിലുള്ളത് ആരാണ്? ഏദോമാണ്. ഏദോമാരാണ്? യേശാവാണ്. അപ്പം നമുക്ക് മനസ്സിലായി ആരാണ്. അപ്പം നമ്മൾ ആത്മീയ ജീവിതത്തിലെ പിക്ചർ നമ്മുടെ മനസ്സിൽ വെക്കണം. ഇത് ഫിസിക്കലായിട്ടുള്ള വ്യക്തികളുടെ പേരാണെങ്കിലും രാജാക്കന്മാരുടെ പേരാണെങ്കിലും നമുക്കറിയാം എന്തുകൊണ്ടാണ് ലോത്തിൻ്റെ മക്കൾ അങ്ങനെ ആകാൻ കാരണം. ലോത്തിൻ്റെ തീരുമാനങ്ങൾ തെറ്റി. ലോത്തെടുത്ത തീരുമാനം തെറ്റി, തൻ്റെ കുഞ്ഞുങ്ങളെടുത്ത തീരുമാനങ്ങൾ തെറ്റി ഉണ്ടായതുകൊണ്ടുണ്ടായ ഭവിഷ്യത്തുകളാണ് മോവാബും അമ്മോന്യരും. ശരിയല്ലേ? അതേപോലെ തന്നെ ജ്യേഷ്ഠാവകാശം വേണ്ടെന്ന് വെച്ച യേശാവിനെ കുറിച്ച് നമുക്കറിയാം. അതാണ് ഏതോ എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇവരെല്ലാവരും ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം ത്യജിച്ചനായ ഒരു വ്യക്തി, അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും സുഖസൗകര്യത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള വ്യക്തി. ഇതെല്ലാം തെരഞ്ഞെടുപ്പുകളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിന്നുണ്ടായ ഡിസെൻഡൻസ് ആണ് ഇവരെല്ലാവരും. അപ്പം അത് കാണിക്കുന്ന, ആത്മീയ ജീവിതത്തിൽ കാണിക്കുന്ന ചില പിക്ചറുണ്ട്. ഇതെല്ലാം ഷോ ദ സ്ട്രെങ്ത് ഓഫ് ഫ്ലഷ്. ജഡത്തിൻ്റെതായിട്ടുള്ള പോരാട്ടങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ, ഇത് ആത്മീയ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ഫിസിക്കലി ഓൾസോ ദർ കുഡ് ബി ക്രൈസിസ് ഇൻ അവർ ലൈഫ്. ഇത് ഫിസിക്കൽ ക്രൈസിസ് ആയിട്ട് നമുക്ക് കാണാം, ഇല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിലെ ക്രൈസിസ് ആയിട്ട് കാണാം. രണ്ട് ജീവിതത്തിൽ നമുക്ക് നോക്കാം. ഈ രണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞാലും അഭിമുഖീകരിച്ച രീതിയാണ് നമ്മൾ യഹോശാഫാത്തിൽ നിന്നും പഠിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം. അദ്ദേഹം പറഞ്ഞു, ഈ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവർ പറഞ്ഞു, വളരെ വലിയ ജനക്കൂട്ടമാണ് നമുക്കെതിരെ വരാൻ പോകുന്നത്. വി വിൽ നോട്ട് ബി ഏബിൾ ടു ഹാൻഡിൽ ദിസ്. കാരണം ഇത് 3 ജാതികളാണ് ഇവർക്ക് നേരെ തിരിയുന്നതെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് യഹോശാഫാത്ത് മനസ്സിലാക്കിയപ്പോൾ 2ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുന്നത് ഇങ്ങനെയാണ്. വായിച്ചാട്ടെ. ചിലർ വന്ന് യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. ഇതാ അവർ ഏൻഗതി എന്ന ഹസസോൻ താമാരിലുണ്ട് എന്ന് അറിയിച്ചു. യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെട്ട് യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. So that's what I wanted to bring your attention to this particular verse. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ജീവിതത്തിൽ ക്രൈസിസുകൾ ഉണ്ടാവാം, നമ്മളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, ഇറ്റ് കുഡ് ബി എ സ്പിരിച്വൽ ക്രൈസിസ് ഓർ ഇറ്റ് കുഡ് ബി എ ഫിസിക്കൽ ക്രൈസിസ്. നമ്മുടെ ജീവിതത്തിലെ ഫിസിക്കൽ ക്രൈസിസ് എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതേപോലെ തന്നെ ചിലപ്പോൾ ആത്മീയ ജീവിതത്തിൽ തുടർ പരാജയങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങാം. ഇതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഈ ഫ്ലഷിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ വ്യക്തികളും തുടർ പരാജയങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റുണ്ട്. അപ്പോഴൊക്കെയും ഇവിടെ നമുക്ക് മുമ്പിൽ ഉണ്ടാകുന്ന ഒരു എക്സാമ്പിൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹി sought the Lord. He went to the Lord. So Lord, we cannot do anything about this. ഈ കാര്യത്തെക്കുറിച്ച് ഇത്രയും ജനങ്ങൾ ഞങ്ങളുടെ വരുമ്പോൾ, ഞങ്ങളൊരു ചെറിയ രാജ്യമാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ they decided to fast and pray before God. So I want to encourage all of you. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തി ജീവിതങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ജീവിതത്തിൽ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ഐ യു ഇൻ എ ക്രൈസിസ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ തിരഞ്ഞെടുക്കണം. യു ഹവ് ടു അണ്ടർസ്റ്റാൻഡ്, ഒരു ക്രൈസിസ് ആണെങ്കിൽ മാത്രമേ അതൊരു നിലവിളിയായി തീരത്തുള്ളൂ. ക്രൈസിസിനെ പോലും ക്രൈസിസ് അല്ല എന്ന് തിരിച്ചറിയാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കരയാനായിട്ട് കഴിയില്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് ആണെന്ന് തിരിച്ചറിഞ്ഞാൽ ദൈവസന്നിധിയിൽ ചെന്ന് അദ്ദേഹം ചെയ്തതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, സീക്ക് ദ ലോർഡ് ആൻഡ് ഹി പ്രൊക്ലെയിംഡ് എ ഫാസ്റ്റ് ത്രൂ ഔട്ട് ഓൾ ജൂഡ. ഹി ഈസ് എൻ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. അദ്ദേഹം വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അദ്ദേഹത്തിന് നല്ലൊരു ആർമി ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഹി ഹാഡ് ഗുഡ് സ്ട്രാറ്റജി, എല്ലാം ഒക്കെ ഉണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചത് തൻ്റെ മിലിറ്ററി കമാൻഡേഴ്സിനെ കൂടി വിളിക്കുന്നതിനേക്കാളും അപ്പുറത്തായിട്ട് അദ്ദേഹം ചിന്തിച്ചത് ഹി സോട്ട് ദ ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. നമുക്കുള്ള നമ്മുടെ റിസോഴ്സുകളല്ല നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. നമുക്കുള്ള നമ്മുടെ കോണ്ടാക്ട്സുകളല്ല നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. പ്രൈസ് ദ ലോർഡ്. അദ്ദേഹം അത് തിരിച്ചറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ദൈവസന്നിധി ചെന്നിട്ട് and he was praying before God and he is reminding God, ദൈവത്തെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, കർത്താവേ നിൻ്റെ പ്രോമിസ് ഇങ്ങനെയാണ്. പഴയ കാലത്തിൽ കർത്താവേ നീ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു, ഇവരുടെ സൈഡിൽ കൂടെ ഞങ്ങൾ നടന്നു പോയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മിസ്രൈമിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ദൈവം ഇവരോട് പറഞ്ഞു, ഇവരെ ആരെയും നിങ്ങൾ ആക്രമിക്കരുത്. ഞങ്ങൾ ആക്രമിച്ചില്ല, പക്ഷെ ഇന്ന് അവർ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നത് കണ്ടില്ലേ പിതാവേ എന്ന് പറഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുന്ന യഹോശാഫാത്തിനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓർപ്പിക്കുന്ന യഹോശാഫാത്തിൻ്റെ സന്നിധിയിൽ യഹോശാഫാത്തിനോട് ദൈവം സംസാരിക്കുന്നത് കാണാം. അവിടെ പറഞ്ഞിരിക്കുന്ന അദ്ദേഹം പറഞ്ഞ കർത്താവ് 7-ാമത്തെ വാക്യം വായിച്ചേ.
Are ye not of God? ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ജനമായ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. അവർ അതിൽ പാർത്തു. ന്യായവിധിയുടെ വാൾ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിന്റെ മുമ്പിലും നിന്റെ സന്നിധിയിലും നിന്ന് നിന്റെ നാമം ഈ ആലയത്തിലുണ്ടല്ലോ, ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷവരുത്തുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിൽ തിരുനാമത്തിനു വേണ്ടി നിനക്കൊരു വിശുദ്ധ മന്ദിരം പണിത് ഇസ്രായേൽ മിസ്രയീം ദേശത്തു നിന്ന് വരുമ്പോൾ അവർ അമ്മോന്യരെയും മോവാബിരെയും സെയീർ പർവ്വതക്കാരെയും ആക്രമിക്കുവാൻ നീ അനുവാദം കൊടുത്തില്ലല്ലോ. അവർ അവരെ നശിപ്പിക്കാതെ വിട്ടുമാറി. ഇപ്പോൾ ഇതാ, നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിന്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളയുവാൻ അവർ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതിഫലം തരുന്നു. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്തു ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. Praise God. So this is exactly his prayer. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഇങ്ങനെയായിരുന്നു: കർത്താവേ, ഞങ്ങൾക്കിത് ഫേസ് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ when we have crisis in our life, go to God with this need. ദൈവത്തിൻ്റെ ശക്തിക്ക് ലിമിറ്റില്ല. God can do so many things, so many things. ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കണ്ടു കാണും, കർത്താവ് വലിയ വലിയ ദൂതന്മാരെ ഒന്നും അയക്കാറില്ല. ചിലപ്പം ചില വെട്ടുക്കിളി, ചില ഉറുമ്പ്, ഇങ്ങനത്തെ മതി. ഇത്രയൊക്കെ മതി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ചിന്തിക്കുന്ന നമ്മളുടെ വഴികളല്ല നമ്മളുടെ ദൈവത്തിൻ്റെ വഴികൾ. ആൻഡ് ഹിസ് പവർ ഈസ് അൺലിമിറ്റഡ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളുടെ വിഷയങ്ങൾ കൊണ്ട് ചെല്ലുക. ലെറ്റ് ഹിം ഹാൻഡിൽ ദ വേ ഇൻ വിച്ച് ഹി വാണ്ട്സ് ടു ഹാൻഡിൽ. ദർ ഇസ് എ ഡിഫറെൻറ്റ് വേ ഹി ക്യാൻ ഹാൻഡിൽ. നമ്മൾ ചിന്തിക്കും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ, പക്ഷേ ദൈവത്തിൻ്റെതായിട്ടുള്ള വഴികളുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടന്നുപോയ സാഹചര്യങ്ങളിലൊക്കെയും എനിക്ക് സാക്ഷ്യം പറയാം, ഞാൻ ചിന്തിക്കാത്ത പല വഴികൾ കൂടെ ദൈവം നടത്തിക്കൊണ്ടു പോകുമ്പോഴും ദൈവം നമുക്ക് മുമ്പേ ചെന്ന് വഴികളെ ഒരുക്കുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. അതാണ് നമ്മളുടെ ദൈവം. ആ ദൈവത്തെയാണ് യഹോശാഫാത്ത് അന്ന് വരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് യഹോശാഫാത്തിന് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സഹായിച്ചൊരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്, പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വന്നിട്ട് എൻ്റെ ദൈവമേ എന്ന് വിളിച്ച്. അഗെയിൻ മൈ humble praise to all our younger generation is also touch and feel this God. ഈ ദൈവത്തെ നമ്മൾ തിരിച്ചറിയുകയും വേണം. നിങ്ങൾ ദൈവത്തെ തിരിച്ചറിയാത്ത പക്ഷം നിങ്ങൾ ഒരിക്കലും ഈ ദൈവത്തിൻ്റെ അടുക്കിലോട്ടായിരിക്കില്ല വരുന്നത്. നിങ്ങൾ യഹോശാഫാത്തിൻ്റെ മകൻ ചെയ്തതുപോലെ ബാലിൻ്റെ പുറകെ പോകുവാനായിട്ടിടയായിത്തീരും. എന്നാൽ നിങ്ങൾ ഈ ദൈവത്തെ യഥാർത്ഥമായി രുചിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ക്രൈസിസിലും ഇതുപോലെ യഹോശാഫാത്ത് ദൈവസന്നിധിയിൽ നിലവിളിച്ചതുപോലെ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നതാക്കണം. അങ്ങനെ നിലവിളിച്ച യഹോശാഫാത്തിനോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ച ആസാഫിൻ്റെ കൊച്ചുമോൻ പ്രവചിച്ച് പറയുകയാണ്. അടുത്ത വാക്യം വായിച്ചാണ്, വേഴ്സ് 14, 14-ാമത്തെ വാക്യം. അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മത്ഥന്യാവിന്റെ മകനായ യെയിയേലിന്റെ മകനായ ബെനായാവിന്റെ മകനായ സെക്കരിയാവിന്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവിന്റെ മേൽ വന്നു. അവൻ പറഞ്ഞതെന്തെന്നാൽ, യഹൂദ്യർ ഒക്കെയും യെരുശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവും ആയുള്ളവരെ കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ. ഇതാ, അവർ സീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു. നിങ്ങൾ അവരെ യെരുവേൽ മരുഭൂമിക്കെതിരെ തോട്ടിൻ്റെ അറ്റത്ത് വെച്ച് കാണും. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദയും യെരുശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഇതൊരു പ്രവചനമായിട്ടുള്ള ശബ്ദമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ആസാഫിൻ്റെ കൊച്ചുമോനിൽ കൂടെ സംസാരിക്കുകയാണ്. ദ ഫൈറ്റ് ബിലോങ്സ് ടു ദ ലോർഡ്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ ഞാൻ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ദൈവത്തോട് പറയുകയാണ്. അത് കേട്ട യഹോശാഫാത്ത്, what did he do? See, whenever we hear God's word, another thing is that, see, it's very important in our crisis, we need to seek the Lord. And it is very important we need to understand what the Lord wants us to do.
എന്താണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ശബ്ദം കേൾക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു ശബ്ദം നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കേട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്താണ് അദ്ദേഹം ചെയ്തത് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. വേഴ്സ് 18, 18-ാമത്തെ വാക്യം. അപ്പോൾ യഹോശാഫാത്ത് സാഷ്ടാംഗം വണങ്ങി യഹൂദ്യർ ഒക്കെയും യെരൂശലേം നിവാസികളും യഹോവയുടെ മുമ്പാകെ വീണ് നമസ്കരിച്ചു. Praise God. He worshipped the Lord. Praise God. നമ്മളുടെ ആവശ്യങ്ങളെ അറിയാവുന്ന, നമ്മളുടെ അവസ്ഥകളെ അറിയാവുന്ന, നമ്മളുടെ ബലഹീനതകളെ അറിയാവുന്ന ആ ദൈവത്തിൻ്റെ ആ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും he worshipped the Lord before God. Because that was his normal thing. Again, I'm telling you, this is not the first time he's doing it. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ റെഗുലറായിട്ട് വലിയ വലിയ ക്രൈസിസ് എപ്പോഴും ഒന്നും വരികയില്ല, വല്ലപ്പോഴേ വരുള്ളൂ. പക്ഷേ ചെറിയ ചെറിയ ക്രൈസിസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ധാരാളം വന്നിട്ടുണ്ട്. പക്ഷേ വലിയ ക്രൈസിസിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴേക്കും ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴും he started believing God's word. ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാനായിട്ട് തുടങ്ങി. അപ്പം ദൈവത്തിൻ്റെ വചനവുമായിട്ട് നമുക്ക് നല്ല ബന്ധം ഉണ്ടായിരിക്കും. ഓരോ കാര്യങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ വചനവുമായിട്ടൊന്ന് കേൾക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ വചനമാണെന്നും ദൈവമാണെന്നും നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ഈ പറയുന്നതിന് കൂട്ട് നമ്മൾ ഏതെങ്കിലും പറയുന്നതെല്ലാം ദൈവവചനമാണ്, ദൈവത്തിൻ്റെ ശബ്ദമാണ് എന്നൊക്കെ പറയുമ്പം പെട്ടെന്ന് അത് ദൈവത്തിൻ്റെ ശബ്ദം അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതങ്ങനെ ആയിരിക്കാം അല്ലായിരിക്കാം. ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്യണം. പ്രൈസ് ദ ലോർഡ്. നമുക്കറിയാം യോഹന്നാൻ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസിനോട് പറഞ്ഞു, ദാറ്റ് ഈസ് ദ ലോർഡ്, അത് ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. യു സീ, അപ്പം ദൈവത്തെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയണം. ദാറ്റ് ഈസ് ദ സൗണ്ട് ഓഫ് ദ ലോർഡ്. അത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ദൈവമാണ് ആ രീതിയിൽ സംസാരിക്കുന്നതല്ല, വേറെ ആരുമല്ല. അപ്പം തിരിച്ചറിയുവാനായിട്ടാണ്. അത് തിരിച്ചറിഞ്ഞതിന് ശേഷം and he worshipped the Lord and he started believing. This is the God who said. ഈ ദൈവമാണ് ഈ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ അതങ്ങനെ തന്നെ നടക്കും. നിങ്ങൾക്ക് ചരിത്രം താഴോട്ട് വായിക്കാമല്ലോ. പിന്നീട് അവർ യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നില്ല. താഴോട്ട് നമ്മൾ കാണുമ്പോൾ അവർ പിന്നീട് യുദ്ധത്തിന് ഏറ്റവും മുമ്പിൽ പോയത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബാൻഡാണ് ഏറ്റവും ഫ്രണ്ടിൽ പോകുന്നത്. അവർ പാടുന്ന പാട്ടിൻ്റെ ആദ്യത്തെ ഭാഗം എന്നാണെന്നറിയാമോ? എന്താണെന്നറിയാൻ എഴുതിയിരിക്കുന്നത്? പ്രൈസ് ദ ലോർഡ്, യുവർ മെർസി എൻഡ്യൂറത്ത് ഫോർ. ആ വാക്യോടെ വായിക്കാം, 21-ാമത്തെ വാക്യം. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിക്കുവിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. Praise the Lord. This is the cry we will also will have. ഞങ്ങൾ നിന്നതല്ല, ഞങ്ങൾ ഓടിയതല്ല, ദൈവത്തിൻ്റെ മഹാകരുണ. Praise the Lord. നമുക്കൊടുവിലും നമുക്ക് തൻ്റെ കിരീടങ്ങളെ താഴെയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ മഹത്വപ്പെടുത്തുന്ന എൽഡേഴ്സിൻ്റെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളും പറയുന്ന ഇതേ പാട്ടായിരിക്കും. എന്തെന്ന്? പ്രൈസ് ദ ലോർഡ്, യുവർ മെർസി എൻഡ്യൂറത്ത് ഫോർ എവർ. കർത്താവേ, നിൻ്റെ കരുണ എത്രയോ വലുതാണ്. കുരുത്തക്കേടുകളൊക്കെ കാണിച്ചു, പല കാര്യങ്ങളിലൊക്കെ തെറ്റി, പല ഡിസിഷൻസിലൊക്കെ തെറ്റി, എങ്കിലും God is merciful. Praise the Lord. God is merciful. അങ്ങനെ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതായി കാണണം. See, when a crisis has come in his life, he went to the Lord's presence. Lord, you must help me. കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണം. പ്രൈസ് ദ ലോർഡ്. ഒരു കാര്യം പറഞ്ഞു തീരുന്നതിന് മുമ്പ് കർത്താവെ, അതിന് മുമ്പിൽ അടിവരയിടുന്നതിന് മുമ്പ് കർത്താവെ, അവിടെ ചെന്നിട്ട് തങ്ങളെ തന്നെ അടിയറവ് പറയുന്നതിന് മുമ്പ് ദൈവസന്നിധി ചെന്നിട്ട് പറഞ്ഞു, കർത്താവെ, നീ ഞങ്ങളെ സഹായിക്കണം. ദൈവം അവരെ സഹായിക്കുന്നതായി കണ്ടു. അവർ യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നില്ല. പിന്നീട് അവർ കടന്നുപോയി ആ പാളയത്തിലെല്ലാം ചെന്ന് അവർക്ക് ധാരാളം ലൂട്ടൊക്കെ ലഭിക്കുവാനിടയായി തീർന്നു ഒക്കെ ആയിട്ടുള്ളത് കാണുന്നത്. ജസ്റ്റ് വി സീ ദാറ്റ്സ് ആർ ദ ഹിസ്റ്ററി. ആൻഡ് ദെൻ ദേ ഫിനിഷ്ഡ് ഓൾ ദ കളക്ഷൻസ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ മടങ്ങി വന്നിട്ട് എന്താ ചെയ്തതെന്ന് അറിയാമോ? അവനവൻ്റെ വീട്ടിൽ പോവല്ല. ലെറ്റ്സ് സീ ദാറ്റ് വേഴ്സ് 26, 26-ാമത്തെ വാക്യം. 4-ാം ദിവസം അവർ ബെരോക്ക താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ബെരാക്ക താഴ്വര എന്ന് പേര് പറഞ്ഞു വരുന്നു. Then they came to the valley of Baraka, and where they started blessing the Lord, they started praising the Lord. നമ്മളുടെ ജീവിതത്തിൽ ദൈവം തന്ന ധാരാളം അനുഗ്രഹങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കാണും. കർത്താവിനോട് നന്ദി പറയാൻ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. കർത്താവ് ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ചെയ്ത് കാണും. പക്ഷെ പലപ്പോഴും നമുക്കറിയാം, 10 പേര് സൗഖ്യമായി, ഒരാൾ മാത്രമേ മടങ്ങി വന്ന് നന്ദി പറഞ്ഞുള്ളൂ. കർത്താവ് ചോദിച്ചു, ബാക്കി 9 പേരെന്തിയെ? ഇദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ, ബാക്കി 9 പേരെന്തിയെ? നന്ദിയില്ലാത്തവരായിത്തീരരുത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ നടത്തിയ വഴികൾ, കർത്താവ് നമ്മളെ കാത്ത, കഴിഞ്ഞ ക്രൈസിസിൽ കർത്താവ് നമ്മളെ നടത്തിയ അനേകം വഴികളുണ്ട്.
ബട്ട് ഗോഡ് ഈസ് ഗുഡ് ഗോഡ്. ദൈവം നമ്മളെ നടത്തുകയും ദൈവം നമ്മളെ ബലപ്പെടുത്തുകയും, നമ്മൾ തകർന്നു പോകാനായിട്ടല്ല, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒക്കെ ഒരു പക്ഷെങ്കിൽ പ്രോബബ്ലി വെൻ വി കം ടു ദിസ് ക്രൈസിസ്, ഡു എക്സാക്ട്ലി ദ സെയിം വാട്ട് യഹോശഫാത്ത് ഡൺ. ദൈവത്തിൻ്റെ സന്നിധിയിൽ യഹോശഫാത്ത് ചെയ്തതുപോലെ തന്നെ ചെയ്യുക. കർത്താവെ, ദൈവസന്നിധിയിൽ ചൊല്ലുക. കാരണം മാനുഷികമായ പലരുടെയും മുഖത്തോട് നോക്കിയിട്ടൊന്നും ഒന്നും ആർക്കും തരാനായിട്ട് കഴിയത്തില്ല. എന്നാൽ നമുക്ക് ബലം വരുന്നത്, നമുക്ക് സഹായം വരുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നാണ്. ആ ദൈവത്തിൻ്റെ കരം നമ്മളെ സഹായിക്കുകയും നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യും. ആൻഡ് യു വിൽ സീ വണ്ടർഫുൾ തിങ്സ് ഹാപ്പനിങ്. അവിടെ നമ്മൾ കണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് നോക്കില്ല, അവർ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ആ യുദ്ധം തീർന്നു. അവർക്ക് യുദ്ധം ചെയ്യേണ്ടതായിട്ടാണ്. യുദ്ധം യഹോവയുടേതായിരുന്നു, അവരുടേതായിരുന്നില്ല യുദ്ധം. യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതായി കാണുന്നു. പ്രൈസ് ദ ലോർഡ്. ആൻഡ് ഗോഡ് വിൽ ഫൈറ്റ് ഫോർ us. പക്ഷേ ഞാൻ ഇതും കണ്ടിട്ടുണ്ട്. ഇതേ വാക്യം തന്നെ ഞാൻ പല സാഹചര്യങ്ങളിലും പ്രസംഗിച്ചിട്ടുണ്ട്. ആ സമയത്തും ചിലർ വിശ്വസിക്കാനിടയായിത്തത്. എന്നാലും 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 എന്ന് പറഞ്ഞ് ദൈവത്തോട് പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക. ലോർഡ്, ദൈവം പറയുകയാണ്, ദ ബാറ്റിൽ ബിലോങ്സ് ടു മീ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹിസ്. സ്റ്റാർട്ട് പ്രൈസിങ് ഗോഡ്. അവർ ദൈവസന്നിധിയിൽ ദൈവത്തോട് നന്ദി പറഞ്ഞു. ലോർഡ്, പ്രൈസ് ദ ലോർഡ്, യുവർ mercy endureth forever. കാരണം നമ്മുടെ വാക്കിനെക്കാട്ടിൽ അപ്പുറത്തായിട്ട് അവൻ്റെ വാക്കിനാണ് വിലയുള്ളത്. പ്രൈസ് ദ ലോർഡ്. ആൻഡ് ഹി വിൽ നെവർ ചേഞ്ച് ഹിസ് വേർഡ്. ആൻഡ് ദൈവം അത് ചെയ്യുന്നതായിട്ട് കാണും. ഇവിടെ നമ്മൾ താഴോട്ട് കാണുന്നവർ ബറാക്ക താഴ്വരയിൽ കൂടി വന്നിട്ട് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായി കാണുന്നു. ദാറ്റ്സ് എ വാല്യൂ ഓഫ് ബറാക്ക when we read that. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് യഹോശഫാത്തിൻ്റെ ഒടുവിലത്തെ ലൈഫിൽ പിന്നെയും 36-ാമത്തെ വാക്യത്തിൽ 35-36 വാക്യങ്ങൾ. അതിന്റെ ശേഷം യഹൂദ രാജാവായ യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവായ അഹസ്യാവോട് സഖ്യത ചെയ്തു. അവൻ മഹാദുഷ്ടപ്രവർത്തിക്കാരനായിരുന്നു. അവർ തർശീശിലേക്ക് ഓടിക്കുവാൻ കപ്പലുണ്ടാക്കുന്നതിൽ അവനോട് യോജിച്ചു. അവർ എസ്യോൻ ഗേബരിൽ വെച്ച് കപ്പലുകൾ ഉണ്ടാക്കി. എന്നാൽ മാരേശക്കാരനായ ദോദാവയുടെ മകൻ എലിയേസർ യഹോശാഫാത്തിന് വിരോധമായി പ്രവചിച്ചു. നീ അഹസ്യാവോട് സഖ്യത ചെയ്തതുകൊണ്ട് യഹോവ നിന്റെ പണികളെ ഉടച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. കപ്പലുകൾ തർശീശിലേക്ക് ഓടുവാൻ കഴിയാതെ ഉടഞ്ഞുപോയി. എന്തുകൊണ്ടാണ് കപ്പലുടയുന്നത്? കപ്പലിൻ്റെ ടെക്നിക്കൽ പ്രോബ്ലം ഒന്നുമല്ല അല്ലേ. കപ്പലുടയാൻ കാര്യം എന്നറിയാമോ? അവർ സഖ്യത ചെയ്തത് ദൈവമില്ലാത്ത വഴിയോടായിരുന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് കപ്പലുടയുന്നത്. യഹോശാഫാത്തിനെന്ന് മനസ്സിലായി. പക്ഷേ യഹോശാഫാത്തിൻ്റെ മകന് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. യഹൂദിയെ പിന്നെയും ജാതീയ രീതിയിൽ വലിച്ചു കൊണ്ടുപോയതാണ് യഹോശാഫാത്തിൻ്റെ മകൻ പിന്നെയും ചെയ്യുവാനിടയായി തീർന്നു. പ്രിയ സഹോദരങ്ങളെ, വെൻ വി റീഡ് ദിസ്, ഇതൊക്കെ നമുക്ക് എഴുതുന്നത് നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നു. ദ ഫസ്റ്റ് തിങ് ഈസ് ഫിയർ ദ ലോർഡ്. ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുക. ക്രൈ ഔട്ട് ടു ദ ലോർഡ്. വെൻ യു ഹാവ് മിസ്റ്റേക്സ് ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ മിസ്റ്റേക്ക് ഉള്ളപ്പോൾ ഹോണസ്റ്റ്ലി സബ്മിറ്റ് ടു ഗോഡ്. ദൈവസന്നിധിയിൽ ചെന്ന് കർത്താവിൻ്റെ അടുക്കൽ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാം. ദാവീദ് ദൈവസന്നിധിയിൽ ചെന്ന് ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു, ലോർഡ് ഹെൽപ്പ് മീ. കർത്താവ് എന്നോട് മനസ്സലിയണമേ. ആ ഉള്ള കാര്യമുള്ളതുപോലെ പറഞ്ഞാൽ ദൈവം നമ്മളെ സഹായിക്കും. പിന്നെയും നമ്മളുടെ ജീവിതത്തിൽ ക്രൈസിസുകൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് ആത്മാർത്ഥമായി wake up God in our prayer life. Go to the Lord. Ask the Lord. If there is a requirement to fast and pray, fast and pray. ചിലപ്പോൾ ചോദിക്കും ഞങ്ങൾ കുഞ്ഞുങ്ങളോട്, നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോഴേക്കും കർത്താവിൻ്റെ ഉത്തരം മാറ്റുമോ? അതിനുവേണ്ടിയല്ല നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നത് ടു ഷോ ഗോഡ്, ലോർഡ് ഐ എം ഹംബ്ലിങ് മൈ സെൽഫ് ബിഫോർ യു. ദൈവത്തിൻ്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു എന്ന് കാണിക്കുന്നതിനാണ് തന്നെത്താനെ താഴ്ത്തി നമ്മൾ ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നത്. നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഐ റിയലി മീൻ ബിസിനസ് വെൻ ഐ സേ ദിസ് ആൻഡ് ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് ടു ഡു. അതാണ് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധിയിൽ. ആൻഡ് Jehoshaphat called a fast and he prayed before God, Lord, we really mean business. And then God sent his prophet to speak on his behalf. ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനിടയാണ്. And once he heard God's word, ദൈവത്തിൻ്റെ വചനങ്ങൾ, he started believing God's word. The Lord is the one who said it. അവനാണ് ആ വാക്യം പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും. പ്രൈസ് ഗോഡ്. അവിടെ ഇവിടെയും കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം നിങ്ങൾ ദൈവത്തിൻ്റെ വചനങ്ങളാണെന്ന് നിങ്ങൾ കോട്ട് ചെയ്യരുത്. കാരണം ദൈവം അതിൻ്റെ പുറകിലില്ല എങ്കിൽ ഗോഡ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ടു കമ്മിറ്റ് ദാറ്റ്. കർത്താവിൻ്റെ വചനം, കർത്താവ് പറയുന്ന ഒരു കാര്യത്തിന് ഊവ എന്ന് തന്നെയാണ്, ഇല്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. പക്ഷേ അല്ലാത്ത ഒരു വ്യക്തികൾ
ഏതെങ്കിലും കാര്യങ്ങൾ ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞു എന്നിട്ട് ദൈവം പറഞ്ഞത് നടന്നില്ല എന്ന് പറയുന്നത് നോ. So let's be very careful on that. That's what I said. Listen carefully from God. ദൈവത്തിൽ നിന്ന് കേൾക്കുക, ദൈവത്തിൻ്റെ വചനങ്ങൾ തിരിച്ചറിയുക. അർത്ഥം ദിസ് ഇസ് ഗോഡ്സ് വോയിസ്, ദിസ് ഇസ് ഗോഡ് ഇസ് ടോക്കിംഗ് ടു മീ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ആസ്പെക്ട്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകും. തന്നെ താഴ്ത്തി, ആൻഡ് വൺസ് ഹി ലേൺഡ് അബൌട്ട് ഇറ്റ്, ആ കാര്യത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ശേഷം ഹി സ്റ്റാർട്ടഡ് പ്രൈസിങ് ഗോഡ്. ലോർഡ് യു വിൽ ഹെൽപ്പ് മീ. അത് വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ വചനം എന്നെ കർത്താവ് സഹായിക്കുന്നത് വിശ്വസിക്കുകയും, ആൻഡ് ദെൻ ഹി സ്റ്റാർട്ടഡ് പ്രൈസിങ് ഗോഡ്. ഹി സെഡ്, ലോർഡ് പ്രൈസ് ദ ലോർഡ്, യുവർ മെർസി എൻഡ്യൂറത്ത് ഫോർ എവർ. അത് കഴിഞ്ഞതിന് ശേഷം, ഈവൻ്റ് കഴിഞ്ഞതിന് ശേഷം തൻ്റെ വഴി പോവല്ല, അവർ തിരിച്ചു വന്ന് വാലി ഓഫ് ബറാഖയിൽ കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രൈസ് ദ ലോർഡ്. നമ്മളുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളും വി ഹാവ് ടു വാക്ക് വെരി കെയർഫുള്ളി, ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നമ്മളുടെ ഓരോ ഡിസിഷൻ, ലെറ്റ് മീ റീഡ് ദാറ്റ് വേഴ്സ് സോ ദാറ്റ് ഫോർ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സെയിങ്. Let's read chapter 8, 2 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൻ്റെ 17-18. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 32 വയസ്സായിരുന്നു. അവൻ 8 സംവത്സരം യെരുശലേമിൽ വാണു. അടുത്ത വാക്യം. ആഹാബിന്റെ മകൾ അവന് ഭാര്യയായിരുന്നത് കൊണ്ട് അവൻ ആഹാബിന്റെ ഗൃഹം ചെയ്തതുപോലെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്ന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. പ്രൈസ് ഗോഡ്. ഇതാരായിരുന്നു കൂട്ടുനിന്നത്? യഹോശാഫാത്ത്. യഹോശാഫാത്തിൻ്റെ കാലത്ത് സംഭവിച്ചൊരു കാര്യത്തിൻ്റെ പരിണിത ഫലമാണ് ഇത് എഴുതിയേക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കും. കർത്താവേ ഞങ്ങളെ സഹായിക്കണം. ദൈവത്തിൻ്റെ വഴിയിൽ എത്ര ചേർന്ന് നടക്കേണ്ട ആവശ്യം നമുക്കുണ്ട്. കാരണം മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ആൻഡ് അതുകൊണ്ടാണ് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യണമെന്ന് പറയുന്നത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.